പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രോഗികളുടെ മധ്യസ്ഥയായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കി രക്തത്തെ ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവമാണല്ലോ കരൾ. ഇന്ന് കരൾ സംബന്ധമായ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, കരൾ സിറോസിസ് കാരണം വയറിൽ വെള്ളം കെട്ടി നിൽക്കുന്നവർ, ഫാറ്റി ലിവർ മൂലം പ്രയാസപ്പെടുന്നവർ, ഇവർക്കായി നമുക്കിന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കാം. തകർന്നു പോയ ഓരോ കോശങ്ങളെയും പുനർനിർമ്മിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായിട്ടാണ് വചനം വിശേഷിപ്പിക്കുന്നത്. ആ ആലയത്തെ ശുദ്ധമായി സൂക്ഷിക്കുവാൻ സഹായിക്കുന്ന കരളിനെ നമുക്കിന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈശോയുടെ വിലാപ്പുറം കുന്തത്താൽ കുത്തി തുറന്നപ്പോൾ അവിടെ നിന്ന് ഒഴുകിയ രക്തവും ജലവും സകല മാലിന്യങ്ങളെയും കഴുകിക്കളയാൻ ശക്തിയുള്ളതാണ്. ആ ദൈവിക ചൈതന്യം നമ്മുടെ ഉള്ളിലെ വിഷാംശങ്ങളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഒഴുകുന്ന കൃപ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും തൊടട്ടെ. ആരോഗ്യത്തിൻ്റെ നിലവിളക്കെ, കൃപാസനം രാജ്ഞി, കരൾ രോഗങ്ങളാൽ വേദനിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കരളിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞവർക്ക് അത്ഭുതകരമായ വിടുതൽ നൽകണമേ. ഫാറ്റി ലിവർ മാറി കരൾ സാധാരണ നിലയിലാകട്ടെ. സിറോസിസ് മൂലം തകരാറിലായ കോശങ്ങൾ ഈശോയുടെ നാമത്തിൽ പുതുക്കപ്പെടട്ടെ. ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അണുബാധകൾ നീക്കിത്തരയണമേ. വയറ്റിൽ കെട്ടിനിൽക്കുന്ന നീർക്കെട്ടുകളും വേദനകളും അമ്മ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, അല്പനേരം നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ടവർക്ക് അനുയോജ്യമായ ദാതാവിനെ ലഭിക്കുവാൻ സഹായിക്കണമേ. ശസ്ത്രക്രിയ വിജയകരമാകട്ടെ. മദ്യപാനം മൂലമോ മറ്റു ലഹരികൾ മൂലമോ കരൾ തകരാറിലായ മക്കൾക്ക് ആ ദുശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം നൽകണമേ. അവരുടെ തെറ്റുകൾ ക്ഷമിച്ച് അവർക്കൊരു പുതിയ ജീവിതം നൽകണമേ. മരുന്നുകൾ പാർശ്വഫലങ്ങളില്ലാതെ ശരീരത്തിൽ പ്രവർത്തിക്കട്ടെ. പരിശോധനാ റിപ്പോർട്ടുകളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പ്രത്യാശയുടെ നിലവിളക്കെ, കരൾ രോഗം ബാധിച്ചവർ അനുഭവിക്കുന്ന വലിയ ക്ഷീണവും നിരാശയും അമ്മ കാണുന്നുണ്ടല്ലോ. ഇനി എനിക്ക് ആരോഗ്യം ലഭിക്കുമോ എന്ന ചിന്ത മാറ്റി അവർക്ക് പുത്തൻ ഊർജം നൽകണമേ. രോഗിയെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും കരുത്തും സാമ്പത്തിക സഹായങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ഭക്ഷണ ക്രമീകരണങ്ങളിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തുവാൻ അവർക്ക് വിവേകം നൽകണമേ. രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൃപയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ നമ്മുടെ പൂർണ്ണ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാസന മാതാവേ, കരൾ രോഗികളായ ഞങ്ങളുടെ മക്കളെ അമ്മ സ്പർശിക്കണമേ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും നല്ല കരളും ആരോഗ്യവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.